മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തി ആത്മവിശ്വാസത്തിലാണോ സ്ഥാനാർത്ഥിത്വത്തിൽ? പൊതുവെ ആക്ച്വലി എല്ലാ സ്ഥലത്തും NDA സ്ഥാനാർത്ഥികൾ വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഒരു വളരെയധികം പ്രോ ഇൻകംബൻസി ഒരു വേവാണ് നടക്കുന്നത്. എന്നാൽ BJP ഭരിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു ശക്തമായ ആൻറ്റി ഇൻകംബൻസി അതിൽ നമുക്ക് കേരളത്തിലാണ് ഏറ്റവും അധികം നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നമ്മൾ മലയാളികളായതുകൊണ്ട് അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരവും ഒരു ഭരണ അനുകൂല വികാരവും രണ്ടും നടക്കുകയാണ്. അതുകൊണ്ട് ഇത്തവണ വളരെയധികം പ്രതീക്ഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് എണ്ണിയതിന് ശേഷമാണ് നമുക്ക് ഏത് സർക്കാർ വരുന്ന ഒരു ധാരണ വരുന്നത്. പക്ഷെ ഇത്തവണ വളരെ വ്യക്തമായി വളരെ മുൻകൂറായിട്ട് തന്നെ നമുക്കറിയാം ആരുടെ നേതൃത്വത്തിൽ ഏത് സർക്കാരാണ് കേന്ദ്രത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്തവണ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷകരമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു നരേന്ദ്രമോദി നയിക്കുന്ന ഒരു സർക്കാർ ഭരണത്തിൽ വരുന്ന ഉറപ്പുള്ളപ്പോൾ എന്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പരമാവധി സ്ഥലങ്ങളിൽ നിന്ന് ആ ഭരണത്തിൻ്റെ ഭാഗമാകുന്ന ഒരു MP തിരഞ്ഞെടുത്തുകൂടാ എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലും നമ്മൾ അവിശ്വസനീയമായ ചില റിസൾട്ടുകൾ ഉണ്ടാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഈ അന്ന് വോട്ട് രേഖപ്പെടുത്താൻ വന്ന ഈ സ്ഥലത്ത് മാത്രമാണ് ഒരു നീണ്ട ക്യൂ അനുഭവപ്പെടുന്നത്. അത് ഒരു വലിയ ജനവികാരമായിട്ട് തന്നെ കാണുന്നുണ്ടോ? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, സ്വാഭാവികമായിട്ടും ഇത്തവണ ധാരാളം പ്രത്യേകിച്ച് യുവാക്കൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ യൂത്ത് ഇനി മുന്നോട്ട് വരും ധാരാളം. പണ്ട് അവർ മടിച്ചു നിന്നിരുന്നു. കാരണം നമുക്ക് വോട്ട് ചെയ്താൽ എന്താണ് നമുക്ക് ഭാവിയിൽ കിട്ടുന്നത്, ഒരു വികസന മുരടിപ്പായിരുന്നു നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ വികസനത്തിലൊരു കുതിപ്പ് കഴിഞ്ഞ 10 വർഷമായിട്ട് കാണുന്നു. യുവാക്കൾക്ക് ഒരു നല്ല ഭാരതം, അവർക്കാർക്കും ഈ സംസ്ഥാനമോ അല്ലെങ്കിൽ രാജ്യമോ വിട്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവരല്ല. ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്യണം, രാജ്യത്തിന് സേവനം ചെയ്യണമെന്നാണ് യുവാക്കൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ളൊരു അവസരം അവർ മുന്നിൽ കണ്ടു തുടങ്ങി. അതുകൊണ്ട് ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ പോകുന്നത് യുവാക്കളും പ്രത്യേകിച്ച് സ്ത്രീകളും മാറ്റം ആഗ്രഹിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ വീടിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നത് അമ്മമാരാണ്. അവർക്കും അവരുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ട്. ആ ആശങ്കയ്ക്ക് ഒരു വിരാമം അവർ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇത്തവണ അതിശക്തമായ വോട്ടിംഗ് നടക്കും. അതിൽ യുവാക്കളുടെ പങ്ക് വളരെയേറെയായിരിക്കും. ഇപ്പോൾ BJPയുടെ പ്രതീക്ഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇതൊരു ഭരണ അനുകൂല വികാരവും ഭരണവിരുദ്ധ വികാരവും തമ്മിൽ ഒരു ഇതുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ 10 വർഷത്തെ മികച്ച ഭരണത്തെപ്പറ്റി എല്ലാവരും മനസ്സിലാക്കുന്നു. അത് രാഷ്ട്രീയ മതഭേദമന്യാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവുന്നു. ഇതിൽ നല്ല താമസമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ അഹാന മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് തത്സമയം അത് കാണാം.